നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഇന്ത്യ ഡേ ഫെസ്റ്റിവൽ മാറ്റിവെച്ചു. അയർലൻഡിൽ നടത്താനിരുന്ന 11ാമത് ഇന്ത്യ ഡേ ഫെസ്റ്റിവൽ മാറ്റിവെച്ചു. ഇന്ത്യക്കാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. സുരക്ഷിതരല്ലാതെ ആശുപത്രി ജീവനക്കാർ. അയർലൻഡിൽ ആശുപത്രി ജീവനക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ വർധനവ്. 4 വർഷത്തിനുള്ളിൽ HSE ജീവനക്കാർ 25,700-ലധികം ആക്രമണങ്ങൾക്ക് ഇരയായി. മലയാളി കുടുംബത്തിന് ബാഗ് നഷ്ടമായി. വിമാനയാത്രയ്ക്കിടെ മലയാളി കുടുംബത്തിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വിമാന അധികൃതർ നഷ്ടപ്പെടുത്തിയതായി പരാതി. വാട്ടർഫോർഡ് മലയാളികളായ ബിജോയ്ക്കും കുടുംബത്തിനുമാണ് ദുരനുഭവം ഉണ്ടായത്. ഇൻഡിഗോ വിമാനയാത്രയ്ക്കിടെയായിരുന്നു സംഭവം. അയർലൻഡിൽ ഈ വാരം ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതായി മെറ്റ് എയറൻ. അന്തരീക്ഷ താപനില 27 ഡിഗ്രി സെൽഷ്യസോ 28 ഡിഗ്രി സെൽഷ്യസോ ആയി ഉയർന്നേക്കാം. സ്പാറിന്റെ ഗോഡ്സ് ചീസ് തിരിച്ചുവിളിച്ച് ഐറിഷ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ലിസ്റ്റീരിയയ്ക്ക് കാരണമായേക്കാവുന്ന അപകടകാരികളായ ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ദി ബീറ്റിൽസ് വീക്കെൻഡ് ആഘോഷിക്കാൻ ഡബ്ലിൻ സിറ്റി കൌൺസിൽ. ഈ മാസം 22 മുതലാണ് വാരം ആഘോഷിക്കുക. ഡബ്ലിനും ലിവർപൂളും തമ്മിലുള്ള ദൃഢമായ ബന്ധം വ്യക്തമാക്കാനാണ് ആഘോഷം. നോർത്തേൺ അയർലൻഡിൽ പാലിന് ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ഒരു വിഭാഗം ഫാം ജീവനക്കാർ സമരം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലിമറിക്കിലെ കാസിൽ കോണലിൽ പട്രോളിംഗ് ശക്തമാക്കി പോലീസ്. നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് പോലീസ് നടപടി. സായുധ ഗാർഡ ഉദ്യോഗസ്ഥരാണ് നിരീക്ഷണം നടത്തുന്നത്. പോർട്ടഡൌൺ സൺഡേ സ്കൂൾ കുട്ടികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ച് സെന്റ് അൽഫോൺസ സിറോ മലബാർ കമ്മ്യൂണിറ്റി. ഈ മാസം 2-നായിരുന്നു വിനോദയാത്ര. ടിബറ്റിലേക്ക് റെയിൽപാത നിർമ്മിക്കാൻ ചൈന. ഇന്ത്യ ചൈന അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തു കൂടിയാണ് ഈ പാതയുടെ ഒരു ഭാഗം കടന്നുപോകുന്നത്. എണ്ണ ശുദ്ധീകരണശാല തകർക്കുമെന്ന ഭീഷണി. റിലയൻസിന്റെ ഗുജറാത്തിലെ എണ്ണ ശുദ്ധീകരണശാല തകർക്കുമെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ സൈനിക മേധാവി. അമേരിക്കക്കാരായ പാകിസ്ഥാനികൾ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ സംസാരിക്കുമ്പോഴായിരുന്നു അസീം മുനീറിന്റെ ഭീഷണി. തെരുവ് നായ്ക്കളെ പിടികൂടരുതെന്ന് രാഹുൽ ഗാന്ധി. തെരുവ് നായ്ക്കളെ പിടികൂടി കൊല്ലുന്നത് ക്രൂരതയെന്ന് കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി. തെരുവ് നായ്ക്കളെയെല്ലാം പിടികൂടി കൂട്ടിലടക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കയറ്റുമതി വ്യാപിപ്പിക്കാൻ ഇന്ത്യ. മത്സ്യസമ്പത്ത് കയറ്റുമതി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇന്ത്യ. വിദേശത്ത് ഇന്ത്യൻ മത്സ്യവിഭവങ്ങൾക്ക് വിപണന സാധ്യതയുണ്ടെന്നും യൂറോപ്പിലേക്കടക്കം കയറ്റുമതി വ്യാപിപ്പിക്കുമെന്നും കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. കോതമംഗലത്ത് ജീവനൊടുക്കിയ വിദ്യാർത്ഥിനിയുടെ വീട്ടിലെത്തി BJP നേതാക്കൾ. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട് സന്ദർശിച്ചത്. മദ്യനയത്തിൽ വിമർശനം. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ വിമർശിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക പാവ. അരി വാങ്ങാൻ റേഷൻ കടയിലേക്ക് പോകേണ്ടി വരുമ്പോൾ മദ്യം വീട്ടുപടിക്കൽ എത്തുന്നുവെന്ന് അദ്ദേഹം പരിഹസിച്ചു. മദ്യത്തിന്റെ ഓൺലൈൻ വിൽപ്പന ആരംഭിക്കാനിരിക്കെയാണ് വിമർശനം. ലോകകപ്പ് തിരുവനന്തപുരത്ത്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. സെമി ഫൈനൽ ഉൾപ്പെടെ 5 മത്സരങ്ങളാണ് നടക്കുക. റൊണാൾഡോ വിവാഹിതനാകുന്നു. പോർച്ചുഗീസ് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ വിവാഹിതനാകുന്നു. ലിവിൻ പങ്കാളി ജോർജിനയാണ് വധു. സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ജോർജിന വിവാഹ വാർത്ത പങ്കുവച്ചത്. അയർലൻഡിൽ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് തുടക്കം. അയർലൻഡിൽ ഇന്നു മുതൽ കനത്ത ചൂടുള്ള കാലാവസ്ഥയ്ക്ക് തുടക്കം. വരണ്ട കാലാവസ്ഥയായിരിക്കും പകൽ സമയം അനുഭവപ്പെടുക. ഉച്ചയ്ക്ക് ശേഷം നേരിയ മഴ ലഭിക്കും. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം. ബംഗാൾ ഉൾക്കടലിൽ നാളെയോടെ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം മഴ ലഭിക്കും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.